ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. ഐ ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് വെസ്റ്റ് ബംഗാൾ സ്പെഷ്യാലിറ്റീസ്, പശ്ചിമ ബംഗാളിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്നത്. ഇത് ഏകദേശം 91 ദശലക്ഷത്തിലധികം പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്നത്. അതായത് ജനസംഖ്യയുടെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 4ാമത്തെ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അതോടൊപ്പം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള 13ാമത്തെ സംസ്ഥാനമാണ് രാജ്യത്തെ വെസ്റ്റ് ബംഗാൾ എന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ബംഗാളിയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത നഗരം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ മെട്രോപൊളിറ്റൻ നഗരവും അതോടൊപ്പം ജനസംഖ്യയുടെ കാര്യത്തിൽ രാജ്യത്തെ 7ാം സ്ഥാനവുമാണ് കൊൽക്കത്തയ്ക്കുള്ളത്. വെസ്റ്റ് ബംഗാൾ ഇതിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, ആസാം, സിക്കിം എന്നിവയാണ് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു കാലഘട്ടത്തിൻ്റെ തെളിവുകളൊക്കെ ഇവിടെ ഖനനം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന വംഗരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ മഹാഭാരതത്തിൽ പരാമർശിച്ചിരുന്ന വംഗരാജ്യത്തിൻ്റെ ഭാഗം പിന്നീട് 13ാം നൂറ്റാണ്ടിൽ മഗധ രാജ്യത്തിൻ്റെ ഭാഗമായി. 13ാം നൂറ്റാണ്ടിൽ തന്നെ ശശാങ്കനായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ സ്വതന്ത്ര രാജാവെന്ന് പറയപ്പെടുന്നു. പിന്നീട് 1536 മുഗൾ രാജവംശവുമായിട്ട് ലയിക്കുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുന്നു. 1700 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുന്നു. 1770 ആകുമ്പോഴേക്കും വലിയ ക്ഷാമം പിടിപെട്ട് നിരവധി പേര് ഇവിടെ മരിക്കുകയാണ്. പിന്നീട് 1773 ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് ബ്രിട്ടീഷുകാർ കൊൽക്കത്തയെ മാറ്റുകയാണ് 1773. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തലസ്ഥാനം എന്നത് ഡൽഹിയിലേക്ക് പോകുന്നു. പിന്നെ 1947 തന്നെയാണ് ഈ സംസ്ഥാനവും രൂപീകരിച്ചത്. പിന്നെ മതത്തിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്തെ 2ആയിട്ട് വിഭജിക്കുകയുണ്ടായി. ഒന്ന് ഈസ്റ്റ് ബംഗാളെന്നും പിന്നീട് അതിനെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിച്ചു. പിന്നീട് അത് 1970 ആയപ്പോഴേക്കും 71 ആയപ്പോഴേക്കും അത് ബംഗ്ലാദേശ് എന്നൊരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. അത് ഈ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗമായിട്ടിരുന്നൊരു ഇതായിരുന്നു പിന്നീട് ബംഗ്ലാദേശായിട്ട് മാറിയത്. മതത്തിൻ്റെ പേരിലായിരുന്നു അത് വിഭജിച്ചത് എന്നാണ് പറയുന്നത്. അത് 1971 പിന്നീട് 1977 ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിൽ വരുന്നതും പിന്നീട് വർഷങ്ങളോളം അവരിത് ഭരിച്ചതും. പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് വെസ്റ്റ് ബംഗാൾ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.